ഗൈസ്, ഈ യാത്ര പോയത് കുറച്ച് നാൾ മുന്നെയാണ്. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാനൊരിക്കൽ തൃശ്ശൂർ പോയ വീഡിയോ ഇട്ടിനെ, ആ വീഡിയോൻ്റെ ബാക്കിയാണിത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാനും മാമനും കൂടിയാണ്. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു വടയും ചായയും കഴിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ട്രെയിൻ വരുമ്പോൾ വിചാരിക്കുക നമുക്ക് തോന്നിയ ട്രെയിനിൽ കയറാൻ പറ്റില്ലല്ലോ, നമ്മൾ ട്രെയിൻ വരുമ്പോൾ അല്ലേ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ അങ്ങോട്ട് എത്തുമ്പോൾ മറ്റേ കുറച്ച് ഈ താമരയും ആമ്പൽ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഇതാ ഷൊർണൂരിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അങ്ങനെ നമ്മൾ എന്തായിരുന്നു ഇഡലി എങ്ങാനും വാങ്ങിച്ചു. എന്നിട്ടിതാ ഞങ്ങളുടെ ചാലക്കുടി എത്തിയിരിക്കുകയാണ്. ഞങ്ങളിത് അവിടെ ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോയിൽ കയറി വീട്ടിലേക്കുള്ള യാത്രയാണ് നടക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. അങ്ങനെ വീടിൻ്റെ അടുത്തെത്തി അവിടെ ഇറങ്ങി ഇതാ വീട്ടിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് അമ്മയുടെ ചേച്ചിയുടെ വീട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മൂത്തശ്ശനും മൂത്തയുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവരെ കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം സ്ഥലമല്ലോ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പം മൂത്തശ്ശൻ മീൻ വളർത്തുന്നതാണ് ഈ ഒരു കിണർ പോലെ ആക്കിയതിൽ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ജാതിക്കൊക്കെ അവിടെ ഇഷ്ടം പോലെയുണ്ട്, ജാതി മരവും. അപ്പം അതൊക്കെ ഒന്ന് കാണാനും, അതുകൊണ്ട് തന്നെ അവിടെ വെയിലൊന്നും അടിക്കൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഇങ്ങനെ അതിലോട്ടൊക്കെ ഉലാത്താൻ പറ്റും. അപ്പോൾ ജാതിക്ക ഒരെണ്ണം കിട്ടി. അപ്പോൾ അതിൻ്റെ കുരുവും ആ തോലൊക്കെ എടുത്ത് ഞാൻ നോക്കുകയാണ്. പിന്നെ അവിടെ കുറേ കൃഷി സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താ കഴിക്കേണ്ടത് തിരിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഇരുന്ന് കഥ പറയുകയാണ്. ഉച്ച ടൈമായപ്പോൾ ലഞ്ച് റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ല കുറേ കറികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടി നല്ല പിടിച്ചു. ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോകാമെന്നത്. ആ പുറത്തേക്കുള്ള യാത്രയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണെന്നൊന്നും ഇല്ല, അങ്ങനെ പോക്കന്നെ, എടിയും കുത്താണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം കോഴിക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അതായത് പൈനാപ്പിളിൻ്റെ വേസ്റ്റും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിലിടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു മുട്ട കിട്ടണമെങ്കിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളും മിക്സ് ആക്കിയിട്ട് വേണം കോഴിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ പുതിയ അറിവാണ്, നമുക്കിത് കണ്ടു പരിചയമില്ലല്ലോ. നമ്മളൊക്കെ അരി അങ്ങനെയൊക്കെയല്ലേ കൊടുത്ത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ കോഴിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ നോക്കി നിന്നു. അപ്പോഴാണ് ആ ജാതിക്ക പെറുക്കിയിട്ട് അതിൻ്റെ കുരുവും തോലും ഇങ്ങനെ എടുത്തു വെച്ച് കണ്ടത്. അപ്പോൾ ഇത് ഉണക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പാണ് പോലും നമ്മൾ ഉപയോഗിക്കാനായി എടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.